പൊതുജാലകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആലപ്പുഴ ബോട്ടിച്ചട്ടിയാണ്. രാവിലെ 11 മണിക്ക് പുറപ്പെടുന്ന ജലഗതാഗത വകുപ്പിൻ്റെ വേഗ ബോട്ടിൽ വേമ്പനാട്ടുകായലും പാതിരാമണലും കുമരകവും 5 മണിക്കൂർ നേരം ചുറ്റിക്കറങ്ങി കാഴ്ചകൾ കണ്ട് തിരിച്ചു വരുന്നതാണ് ഇന്നത്തെ വീഡിയോ. ഇതാണ് വേഗ. 2 കാറ്റഗറികളിലായി 120 സീറ്റാണുള്ളത്. ദൂരെ നിന്ന് വരുന്നവർ മുൻകൂട്ടി റിസർവ് ചെയ്തതിന് ശേഷം വരുന്നതാണ് നല്ലത്. ബുക്ക് ചെയ്യാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് പിൻവശത്തെ കാഴ്ചകൾ കാണാം. തൊട്ടു പിന്നിലായി വൃത്തിയുള്ള ബാത്റൂം സൗകര്യവും ഉണ്ട്. ഇത് നോൺ എ സി ആണ്. 80 പേരാണ് കപ്പാസിറ്റി. 400 രൂപയാണ് 5 മണിക്കൂർ നേരത്തെ യാത്രയ്ക്കായി നോൺ എ സി ടിക്കറ്റിന് കൊടുക്കേണ്ടത്. മുൻവശത്തെ രണ്ടാമത്തെ ക്യാബിനാണ് എ സി. മൊത്തം 40 സീറ്റാണ് ഉള്ളത്. ഇവിടെ യാത്ര ചെയ്യാൻ 600 രൂപയാണ്. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്താലും യാത്ര തുടങ്ങുന്നതിന് മുമ്പായി ടിക്കറ്റ് വാങ്ങിയതിന് ശേഷം മാത്രം പണം കൊടുത്താൽ മതി. യാത്ര തുടങ്ങിയിരിക്കുന്നു. ഇനിയും കുറച്ച് വിവരങ്ങൾ കൂടിയുണ്ട് വേഗയിൽ. ടിക്കറ്റിന് പുറമെ പാതിരാമണലിൽ എത്തുമ്പോൾ ഓരോ യാത്രക്കാരനും 20 രൂപ അഡ്മിഷൻ ഫീസ് കൊടുത്ത് പാതിരാമണൽ ചുറ്റിക്കാണാൻ ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സ്നാക്സും ചായയും കാപ്പിയും ഐസ്ക്രീമും ഉച്ചഭക്ഷണവും അടക്കമുള്ള ഭക്ഷണ സംവിധാനവും വേഗയിലുണ്ട്. കുടുംബശ്രീയിലെ അംഗങ്ങളാണ് ഈ സ്റ്റാൾ നടത്തുന്നത്. ഊണിന് 100 രൂപയാണ്. കരിമീനും കക്കയും അടക്കമുള്ള സ്പെഷ്യലും ലഭ്യമാണ്. ചുരുക്കത്തിൽ നോൺ എ സിയിലാണെങ്കിൽ 520 രൂപ കൊണ്ട് കാഴ്ചകളും കണ്ട് ഭക്ഷണവും കഴിച്ച് തിരിച്ചു വരാമെന്ന് ചുരുക്കം. വേഗ 10/3/2020 ഉദ്ഘാടനം ചെയ്തത്. പിന്നീട് COVID-19 പശ്ചാത്തലത്തിൽ സർവീസ് നിർത്തിവെക്കുകയും 24/12/2020 വീണ്ടും ആരംഭിക്കുകയും ചെയ്തു. ആലപ്പുഴ സ്റ്റേഷനിൽ നിന്ന് പുന്നമട, വേമ്പനാട്ടുകായൽ, പാതിരാമണൽ, കുമരകം വഴിയാണ് സഞ്ചാരപാത. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഹൗസ് ബോട്ടുകളും ശിക്കാരി വള്ളങ്ങളുമൊക്കെ ഒരുപാട് സർവീസ് നടത്തുന്നുണ്ടെങ്കിലും വളരെ കുറഞ്ഞ ചെലവിൽ മികച്ച കാഴ്ചകളും യാത്രാ സൗകര്യവും സ്റ്റാഫുകളുടെ വിനയത്തോടെയുള്ള ഇടപെടലുകളും വേഗയെ മറ്റുള്ളതിൽ നിന്നും വേറിട്ടതാക്കുന്നു. കുടുംബശ്രീ അംഗങ്ങൾ തയ്യാറാക്കിക്കൊണ്ടുവന്ന ഭക്ഷണ സാധനങ്ങളും മറ്റും കയറ്റുന്നതിനായി ഒരു 5 മിനിറ്റ് സമയം ജെട്ടിയോട് ചേർത്ത് വേഗം നിർത്തിയിട്ടിട്ടുണ്ട്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന ട്രാക്കിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഏകദേശം 1200 മീറ്ററാണ് ട്രാക്കിന്റെ ദൈർഘ്യം. എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം 2ാം ശനിയാഴ്ചയാണ് മത്സരങ്ങൾ നടക്കുന്നത്. ചുണ്ടൻവള്ളം കൂടാതെ വെപ്പ്, ഇരുട്ടുകുത്തി, ഓടി തുടങ്ങിയ വിവിധ കാറ്റഗറിയിലുള്ള കളിവള്ളങ്ങളും മത്സരത്തിലുണ്ട്. ഇടതുവശത്തേക്ക് നോക്കിയാൽ ഹൗസ് ബോട്ടുകളുടെ നീണ്ട നിര തന്നെ കാണാം. ഏകദേശം 1500ഓളം വരുമെന്നാണ് കണക്ക്. 15 മിനിറ്റ് ഈ കാഴ്ചകളിലൂടെ തന്നെ സഞ്ചരിച്ചു വേണം നമുക്ക് വേമ്പനാട്ട് കായലിലെത്താൻ.
വേമ്പനാട്ട് കായലിന്റെ ഏറ്റവും വീതി കൂടിയ ഭാഗമാണ് ഈ കാണുന്നത്. ഇവിടെ നിന്നും കായലിന്റെ പടിഞ്ഞാറേ തീരത്തുകൂടി സഞ്ചരിച്ചാണ് പാതിരാമണലിൽ എത്തിച്ചേരുന്നത്. പാതിരാമണലിന്റെ ഒരു വിദൂര ദൃശ്യമാണ് ഈ കാണുന്നത്. പാതിരാമണൽ ചുറ്റിക്കാണാനും ലഞ്ച് കഴിക്കാനുമായി അരമണിക്കൂർ സമയമുണ്ട്. അമിത പ്രതീക്ഷയോടെ ഒരിക്കലും പാതിരാമണലിലേക്ക് വരരുത്. കാരണം കണ്ടൽക്കാടുകളും ജലസസ്യങ്ങളും കുറ്റിച്ചെടികളും ചതുപ്പ് നിലങ്ങളും മരങ്ങളും ചേർന്ന ഒരിടമാണ് പാതിരാമണൽ ദ്വീപ്. മുഹമ്മ പഞ്ചായത്തിൽപ്പെടുന്ന ഇതിന് 50 ഏക്കറോളം വിസ്തൃതിയുണ്ട്. സീസൺ സമയമാണെങ്കിൽ ദേശാടന പക്ഷിക്കൂട്ടങ്ങളെ കാണാൻ സാധിച്ചെന്ന് വരാം. അല്ലെങ്കിൽ വല്ല ഉടുമ്പുകളെയോ മറ്റോ കണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. അതാണ് ആദ്യമേ തന്നെ പറഞ്ഞത്. കായലിന് നടുവിലുള്ള ഒരു സാധാരണ ദ്വീപ്, അതിലപ്പുറമൊന്നും ഇവിടെ നിന്ന് പ്രതീക്ഷിക്കരുത്. മരങ്ങൾക്കിടയിലൂടെ നടന്ന് വീണ്ടും കായൽ കാണാറാവുന്നിടത്ത് എത്തുമ്പോൾ SNDP വക ശ്രീനാരായണ ഗുരുവിന്റെ ഒരു മന്ദിരം കാണാം. ഉച്ചഭക്ഷണത്തിന്റെ സമയമാണ്. മീൻകറിയും മീൻ വറുത്തതും സാമ്പാറും പുളിശ്ശേരിയും കൂട്ടുകറികളുമെല്ലാം 100 രൂപയുടെ ഊണിൽ ലഭ്യമാണ്. അങ്ങനെ പാതിരാമണലിലെ കാഴ്ചകളും ഉച്ചഭക്ഷണവും കഴിഞ്ഞ് വേമ്പനാട്ട് കായലിന്റെ കിഴക്കേ തീരമായ കുമരകം ലക്ഷ്യമാക്കി യാത്ര തുടരുകയാണ്. റിസോർട്ടുകളുടെ പർദീസയായ കുമരകത്തുകൂടിയാണ് ഇനി യാത്ര. താജ് ഗ്രൂപ്പ് ഓഫ് ഇന്റർനാഷണലിന്റെയും കസിനോ ഗ്രൂപ്പിന്റെയും അബാദ് പ്ലാസയുടെയും KTDCയുടെയും കുമരകം ലേക്ക് റിസോർട്ടിന്റെയും ഉടമസ്ഥതയിലുള്ള ഒട്ടേറെ റിസോർട്ടുകൾ ഇവിടെയുണ്ട്. കുമരകത്തെ പ്രധാന റിസോർട്ടിലൊന്നായ സൂര്യയാണ് ഇടതുവശത്ത് കാണുന്നത്. ഇവിടെ 100ഓളം റൂമുകളുണ്ട്. 17,000 മുതൽ 57,000 രൂപ വരെയാണ് ഒരു ദിവസത്തെ വാടക. ഒരു കാലത്ത് ചതുപ്പായിരുന്ന ഈ പ്രദേശത്തിന് കുമരകം എന്ന പേര് വരാൻ കാരണം മീനച്ചിലാർ തഴുകിക്കൊണ്ടുവന്ന എക്കലും മണ്ണും കുമിഞ്ഞുകൂടി ഉണ്ടായ ഇടം കുമരകം എന്ന പേരിന് കാരണമായി. 2018 പ്രളയത്തിന് ശേഷം ഇവിടുത്തെ പല വീടുകളും ഇപ്പോൾ ഇത്തരം കോൺക്രീറ്റ് തൂണുകളിലാണ് ഉയർത്തി നിർമ്മിച്ചിരിക്കുന്നത്. ആധുനിക കുമരകത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന A.J. ബക്കറിന്റെ കാലത്ത് 1880-85 കാലഘട്ടങ്ങളിൽ ഇവിടുത്തെ ചതുപ്പിന് ചുറ്റും ബണ്ടുകൾ തീർത്ത് അവിടെ നിന്നും ചക്രങ്ങൾ ഉപയോഗിച്ച് വെള്ളം തേവിക്കളഞ്ഞാണ് കാർഷിക നിലങ്ങൾ ഇവിടെ നിർമ്മിച്ചെടുത്തത്. യാത്ര അവസാനിക്കാൻ ഇനി അധിക നേരമില്ല. അതുകൊണ്ട് തന്നെ തെല്ലൊരു നഷ്ടബോധത്തോടെയും വീണ്ടും മടങ്ങി വരാൻ ആഗ്രഹിച്ചുകൊണ്ടും ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിന്റെയും സെൽഫികൾ എടുക്കുന്നതിന്റെയും തിരക്കിലാണ് പലരും.
വേഗയിലെ യാത്രാനുഭവത്തെക്കുറിച്ച് ചെയ്ത ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നല്ല നമസ്കാരം.